ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കരിയർ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇതിലെ ഒന്നാമത്തെ കാര്യമായ ഫാമിലി ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട 5 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആണ്. നമുക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടാണ്. പൊതുവേ ഒരു ട്രെൻഡിന് പുറകെ പോകുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അതാണ് ട്രെൻഡ്, ഇപ്പോൾ ഇതാണ് ട്രെൻഡ്, ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരും അതാണ് വാങ്ങുന്നത്, ഇപ്പോൾ എല്ലാവരും ഈ കോഴ്സാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൻ്റെ പുറകെ പോകുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വലിയൊരു മണ്ടത്തരമാണ്. അവൻ CAക്ക് പോകുന്നുണ്ട്, അപ്പോൾ നീയും പോയിക്കോ. അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ട്, അപ്പോൾ നീയും പോയിക്കോ. അല്ലെങ്കിൽ അവൾ B.Pharm-നാണ് ചേരാൻ പോകുന്നത്, അതുകൊണ്ട് നീയും B.Pharm-നെ ചേർന്നോ. ഇപ്പോൾ റേഡിയോളജിക്ക് ഭയങ്കര സ്കോപ്പാണ്, അതുകൊണ്ട് നീ റേഡിയോളജി കോഴ്സ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ഒരു സ്കോപ്പ്, ഇപ്പോഴത്തെ ഒരു സാധ്യതകൾ മാത്രം കണ്ടുകൊണ്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന പ്രവണത നമുക്ക് എല്ലാവർക്കും ഇടയിൽ വളരെ കൂടുതലാണ്. പക്ഷേ ഇതാണോ ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ ട്രെൻഡുകൾക്കല്ല, ഫ്യൂച്ചർ ട്രെൻഡുകൾക്കാണ്. നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കി, ഇപ്പോഴത്തെ ഫാഷൻ നോക്കി വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ ഉടനെ പർച്ചേസ് ചെയ്യുന്നു, ഉടനെ ധരിക്കുന്നു, എന്നിട്ട് 4 ആളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അതുകൊണ്ട് ഈ ഡ്രസ്സ് വാങ്ങുന്ന കാര്യത്തിലോ മറ്റെന്തെങ്കിലും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലോ ഇപ്പോഴത്തെ ട്രെൻഡും ഇപ്പോഴത്തെ മോഡലും ഇപ്പോഴത്തെ ഫാഷനൊന്നും നോക്കുന്നതിലോ തെറ്റില്ല. പക്ഷെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ സാധ്യമാകുന്ന ഒരു സംഭവമല്ല. നമ്മളത് ജോയിൻ ചെയ്ത് 4-5 വർഷം പഠിച്ചാണ് അത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ 4-5 വർഷത്തെ പഠനം പൂർത്തിയാക്കി നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തും ആ ഒരു കരിയറിന് അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് ഇപ്പോഴുള്ള അതേ സ്കോപ്പ് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് കോഴ്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് നല്ല ജോലി കിട്ടുമായിരുന്നു, സമൂഹത്തിൽ നല്ലൊരു അന്തസ്സും നിലയും വിലയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? കാര്യങ്ങളെല്ലാം കീഴ്മയിൽ മറിഞ്ഞു. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നമ്മളെല്ലാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് B.Com-നൊന്നും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. B.Com പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കോഴ്സിനും അഡ്മിഷൻ കിട്ടാതെ ആകുമ്പോഴാണ് ഒരാൾ B.Com കോഴ്സിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച നാടോടിക്കാറ്റ് സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ ഒരു ഡയലോഗ് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം എപ്പോഴും പറയുന്ന ഡയലോഗാണ്, ഞാൻ B.Com ഫസ്റ്റ് ക്ലാസ് ആണ്, ഞാൻ B.Com ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, B.Com പഠിച്ചിട്ട് അതിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ ഒരാൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പ്യൂണായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ അത്രയും പരിതാപകരമായിരുന്നു B.Com പോലുള്ള കോഴ്സുകളുടെയൊക്കെ അവസ്ഥ. പക്ഷേ ഇന്ന് ഹൈലി ഡിമാൻഡഡ് കോഴ്സുകളിൽ ഒന്നാണ് B.Com എന്നുള്ള കാര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് B.Com കോഴ്സ് നടത്തിയിട്ട് പൂട്ടിപ്പോകാൻ തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇന്ന് B.Com കോഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കേറി വരുന്ന സാധ്യത പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വെറ്റിനറി സയൻസ്, MBBS ജോയിൻ ചെയ്യുന്നൊരു കുട്ടി MBBS അപേക്ഷിക്കുന്നു, എൻട്രൻസ് എക്സാം എഴുതുന്നു. അവർക്ക് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം അവർ പ്രിഫർ ചെയ്യുന്നത് MBBS ആയിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ BAMS അതായത് ആയുർവേദിക് മെഡിസിൻസ് ട്രൈ ചെയ്യും. അതും കിട്ടിയില്ലെങ്കിൽ BHMS ഹോമിയോ മെഡിസിൻസ് ട്രൈ ചെയ്യും. അതും കിട്ടിയില്ലെങ്കിൽ BDS ദന്ത ഡോക്ടർ ആവാനുള്ള കോഴ്സ് അത് ട്രൈ ചെയ്യും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷനായിട്ട് മാത്രമേ പലരും BVSc അതായത് ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് തിരഞ്ഞെടുക്കുകയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ കീഴ്മേൽ മാറി. ഇപ്പോൾ ഈ പെറ്റ് ഇൻഡസ്ട്രി പോലുള്ള ഇൻഡസ്ട്രികളുടെയൊക്കെ ഗ്രോത്തോട് കൂടിയിട്ട് പല വീടുകളിലും പെറ്റ് വന്നു. ഈ പെറ്റുകൾക്കൊക്കെ ചികിത്സിക്കാൻ ആൾ വേണമെന്നൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി എന്താ സംഭവിച്ചത്? വെറ്റിനറി സയൻസ് പഠിച്ച മൃഗ ഡോക്ടറായിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വലിയ ഡിമാൻഡായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് പല കുട്ടികളും മെഡിസിന് ചേരാൻ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് എന്താണ്? BVSc ആണ്, അഥവാ വെറ്റിനറി സയൻസ് ആണ്. നോക്കൂ, ഈ 3 കോഴ്സുകളുടെ കാര്യം നമുക്ക് ചെറിയൊരു ഉദാഹരണമാക്കി നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഈ 3 കോഴ്സുകളുടെ കാര്യത്തിൽ വന്നത്. ഒരു കാലത്ത് ടോപ്പ് എന്ന കോഴ്സ് ഈ കാലത്ത് ഒന്നുമില്ലാതായി. ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന കോഴ്സുകൾ ഇപ്പോൾ കത്തിക്കേറി വൻ ഡിമാൻഡുള്ള കോഴ്സുകളായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രെൻഡുകളുടെ കാര്യത്തിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ പുറകെ പോകരുത്. 2 ഉദാഹരണങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. പണ്ടൊക്കെ നമ്മൾ പത്രങ്ങളിലോ മറ്റോ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ ലാൻഡ് ഫോർ സെയിൽ, പ്രോപ്പർട്ടി ഫോർ സെയിൽ എന്ന ഹെഡിങ്ങിന് താഴെയായിട്ട് ഒരു വാചകം വളരെ കാര്യമായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ കൊടുക്കുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, വിത്ത് വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ള വാക്കായിരുന്നു. അതായത് വീടിനടുത്തായിട്ട് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായിട്ട് തന്നെ ഒരു പുഴയോ കായലോ വെള്ളച്ചാട്ടമോ മറ്റോ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അന്നൊക്കെ വീടിൻ്റെ അടുത്ത് പുഴ, കായൽ, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാകുന്ന ആൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കായലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൈകുന്നേര സമയത്ത്, നല്ല ചാറ്റൽ മഴയൊക്കെയുള്ള സമയത്ത് ആ പുഴയിലേക്ക് നോക്കി ഒരു ചായയും കുടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര റൊമാൻറ്റിക് ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ അന്ന് വളരെയധികം താല്പര്യപ്പെടുമായിരുന്നു. വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ടായിരുന്നെങ്കിൽ, ഒരു കായലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തന്നെ എൻ്റെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും പറയുമായിരുന്നു ഗൾഫിലൊക്കെ പോയി കുറേ പണം സമ്പാദിച്ച് വന്നിട്ട് നല്ല ഒരു കായലിൻ്റെ കരയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങി അവിടെ നല്ല രസമുള്ളൊരു വീടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആ കായലിലേക്ക് നോക്കി പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഇരിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഒരുപാട് പേര് പറയുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പരസ്യം കൊടുക്കുന്ന ആളുകൾ വീടിനടുത്ത് പുഴയോ കായലോ വെള്ളച്ചാട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ വിത്ത് വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ള വാക്ക് കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ പരസ്യം കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ പിന്നെന്താ സംഭവിച്ചത്? 2018 കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പല ആളുകളുടെയും വീടിൻ്റെ മട്ടുപ്പാവ് വരെ വെള്ളം എത്തുകയും ചെയ്തപ്പോഴാണ് ആളുകൾക്ക് വീടിനടുത്ത് തന്നെ ഒരു കായലോ പുഴയോ ഒക്കെ ഉണ്ടായാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലായത്. നമ്മളൊക്കെ വിപുലമായി ടി വിയിലും മറ്റും കണ്ട കാഴ്ചയാണെന്ത്, കായൽക്കരയിലും തോടിൻ്റെ പക്കത്തൊക്കെ വീട് വെച്ച ആളുകൾ ആ വീടൊക്കെ ഫുള്ള് മുങ്ങിപ്പോയി ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന സാഹചര്യങ്ങൾ. അപ്പോൾ അതോടുകൂടി ടോട്ടലി എന്താ ഇത് സിനാരിയോ മാറി. ഇപ്പോൾ കായൽക്കരയിലോ പുഴക്കരയിലുള്ള വീടുകൾക്ക് മാർക്കറ്റ് ഇടിയുകയും അങ്ങനെ വീടിനടുത്ത് വല്ല കായലോ പുഴയോ ഉണ്ടെങ്കിൽ പോലും ആരും അത് പുറത്ത് പറയാതെ മറച്ചു വെച്ചുകൊണ്ട് പ്രോപ്പർട്ടി സെൽ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളിലും എന്ത് കാണാൻ സാധിക്കില്ല? വിത്ത് വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ള ഒരു വാക്ക് കാണാൻ സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 4-5 കൊല്ലം മുമ്പ് വരെ ഒരു ട്രെൻഡായി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു കാച്ച് വേർഡ്, ഒരു ക്യാച്ച് വേർഡായിട്ട് ഉപയോഗിച്ചിരുന്നൊരു വാക്ക് ഈ സമയമായപ്പോഴത്തേക്കും എന്തായി? ആരും പറയാതെ ഒരു ഹിഡൻ ആക്കി വെക്കുന്നൊരു വാക്കായിട്ട് മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രെൻഡുകളുടെ കാര്യം. ഇന്ന് വലിയ ട്രെൻഡായി നിൽക്കുന്ന സമയം ഒരു പക്ഷേ നാളെ അത്ര വലിയ സംഗതി ആയിക്കോണമെന്നില്ല. ഇന്ന് വലിയ മാർക്കറ്റുള്ള ഇന്ന് ഒരുപാട് അവസരങ്ങളുള്ള ഒരു കോഴ്സ് ഒരു പക്ഷേ നമ്മൾ 4-5 വർഷം ആ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്നത്തെ പോലെ അതേ ഒരു ഡിമാൻഡോട് കൂടി ഫ്ലറിഷായി നിൽക്കണമെന്നില്ല. അവിടെ മാർക്കറ്റ് ഇടിയാം, അവിടുത്തെ ഡിമാൻഡിങ് സാഹചര്യങ്ങൾ മാറാം, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി വരാം, അതിനനുസരിച്ച് സാഹചര്യങ്ങളൊക്കെ മാറിയാം, അങ്ങനെ പലതും സംഭവിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിന് പുറകെ പോവുകയല്ല വേണ്ടത്. ഭാവിയിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് ട്രെൻഡ്സിന് പുറകെ പോവാതെ ഫ്യൂച്ചർ ട്രെൻഡ്സ് തന്നെ നോക്കി പോകണമെന്നുള്ളതിന് 2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം പറഞ്ഞുതരാം. ഈ വീഡിയോ സീരീസിലെ ഒരു വീഡിയോ പോലും മിസ്സായി പോവാത്ത വിധം നിങ്ങൾ എല്ലാവരും പ്ലീസ് സ്റ്റേ ട്യൂൺ ടു ദിസ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഈ ഭാവിയിലേക്ക് നല്ലൊരു കോഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ അവർക്ക് കൂടി ഉപകാരപ്പെടും വിധം നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.